കർത്താവിൻ്റെ നാമത്തിൽ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിലെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, അതുപോലെ യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചു വന്നിരുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷമായിരുന്നു. അതിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, യേശു പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങിയില്ല എന്ന്. യേശുവിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യേശു പിശാചിനെ എതിർക്കുക മാത്രമല്ല, അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പം സാത്താനെതിരെ നിരന്തര യുദ്ധം ചെയ്യുക മാത്രമല്ല, അവനെ കീഴടക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണമായിട്ട് ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ 20 അത്ഭുത പ്രവൃത്തികളിൽ 5 എക്സോർസിസം, ഭൂതങ്ങളെ പുറത്താക്കലായിരുന്നു. ലൂക്കോസ് 4:33 മുതൽ 37 വരെയുള്ള ഭാഗത്ത് കാണാം, പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ചു വന്നിരുന്ന മനുഷ്യനെ യേശു വിടുവിക്കുന്നു. അതുപോലെ ലൂക്കോസ് 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള ഭാഗത്ത് ഗരസേന്യ ദേശത്ത് ഭൂതങ്ങൾ ബാധിച്ച് വസ്ത്രം ധരിക്കാതെ ശവക്കല്ലറയിൽ താമസിച്ചിരുന്ന മനുഷ്യനെ യേശു വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് 9:37 മുതൽ 43 വരെയുള്ള ഭാഗത്ത് ഒരാത്മാവ് ഒരു പയ്യനെ പിടിച്ചിട്ട് അവൻ നിലവിളിക്കുകയും വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പിതാവിൻ്റെ അപേക്ഷ പ്രകാരം യേശു അവനെ വിടുവിക്കുന്നു. ലൂക്കോസ് 11:14 മുതൽ 26 വരെയുള്ള ഭാഗത്ത് ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. അപ്പോൾ ഭൂതം വിട്ടുപോയ ശേഷം ആ ഊമൻ സംസാരിക്കുന്നത് കാണാം. ലൂക്കോസ് 13:10 മുതൽ 17 വരെയുള്ള ഭാഗത്ത് 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനായിട്ടാണ് യേശു കർത്താവ് വന്നിരിക്കുന്നത്. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് യേശു കർത്താവ് വന്നത്. അപ്പം ദൈവശക്തിയുടെ ഈ പ്രവർത്തികൾ കാണിച്ചു തരുന്നത് യേശുവിലൂടെ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പം പിശാച് പിടിമുറുക്കിയിരിക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഈ ദൈവശക്തി വെളിപ്പെടുമ്പോൾ സാത്താൻ്റെ അവിടുത്തെ സാമ്രാജ്യം തകർന്നു മാറുകയാണ്. ഇപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന സകല ദോഷശക്തികളിൽ നിന്നും ദൈവം തൻ്റെ സൃഷ്ടിയെ സ്വതന്ത്രമാക്കിയാണ്. ഈ ഭൂതത്തെ പുറത്താക്കൽ മാത്രമല്ല, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഒപ്രഷൻ, അതായത് ആത്മീകവും ഭൗതികമായ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്ന ഹീലിംഗ് മിനിസ്ട്രിയും സൗഖ്യ ശുശ്രൂഷകളും ഈ ദൈവശക്തിയുടെ എക്സ്പ്രഷൻസ് ആയിരുന്നു, പ്രകടനങ്ങളായിരുന്നു. അപ്പം മനുഷ്യൻ്റെ രക്ഷയുടെയും മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെയും സമയം വന്നെത്തിയതിൻ്റെ അടയാളങ്ങളായിരുന്നു ഈ വെളിപ്പെട്ട് വന്ന കാര്യങ്ങൾ. ഒരു ബോണ്ടേജിൽ, ഒരു ബന്ധനത്തിലായിരിക്കുന്ന ഒരാളെ അതിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സകല അധികാരത്തിൽ നിന്നും ആ വ്യക്തിയെ വിടുവിക്കുക എന്നുള്ള അർത്ഥമാണ്. നമുക്ക് വായിക്കാം ലൂക്കോസ് 4:14-15 ഒരുമിച്ച് എല്ലാവരും കൂടി വായിച്ചാട്ടെ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ആത്മാവിനാൽ നിറയപ്പെട്ടിരുന്നതിനാൽ സാത്താൻ കൊണ്ടുവന്ന എല്ലാ പരീക്ഷകളെയും നേരിടുവാൻ യേശു റെഡിയായിരുന്നു, യേശു ഒരുക്കമായിരുന്നു. അപ്പോൾ സാത്താനെ അതിജീവിച്ച് വിജയിച്ച ശേഷം ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശു ഈ മഹാത്ഭുതങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോടും അവർക്ക് ശക്തി ലഭിക്കേണ്ടതിനായിട്ട്
പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണമെന്ന് പറയുവാനുള്ള കാരണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നമുക്ക് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ യാതൊരു ശുശ്രൂഷകനും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മിനിസ്ട്രി ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രസംഗങ്ങൾ, പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ പാട്ടുകൾ ഒക്കെ ശക്തിയില്ലാത്തതായിട്ട് മാറും. അതുകൊണ്ടാണ് യേശു ഉപദേശിച്ചപ്പോൾ ജനം ആശ്ചര്യപ്പെടുകയും യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരക്കുവാനും കാരണമായത്. യേശു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പ്രീച്ചറായും വ്യത്യസ്ത രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു സൗഖ്യദായകനായിട്ടും യേശു അറിയപ്പെട്ടു. യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും യേശുവിനെ പ്രശംസിച്ചു. ലൂക്കോസ് 4:16-17 നമുക്കൊരുമിച്ച് വായിക്കാം. അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. അപ്പോൾ യഹൂദന്മാർ ഓരോ ഗ്രാമത്തിലുള്ള അവരുടെ പള്ളികളിൽ അവരുടെ ആരാധന നടത്തി വന്നിരുന്നു. ഇവിടെ നമ്മുടെ എറണാകുളത്തും കൊച്ചിയിൽ യഹൂദന്മാരുടെ സിനഗോഗുണ്ട്. ഓക്കെ, ഈ അവരുടെ ആരാധനകൾ നടന്നിരുന്നത് ശബത്ത് ദിവസമായ സാറ്റർഡേ ആയിരുന്നു, ശനിയാഴ്ചയായിരുന്നു. അവിടെ ആരാധനയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ചുരുളുകൾ അവിടെ ഉണ്ടാകും. ആ ചുരുളുകൾ എടുത്തിട്ട് അതിൽ നിന്നുള്ള വായന ആരാധനയുടെ, ആ ചുരുളുകളിൽ നിന്ന് എടുത്ത് വായിക്കുന്നത് അവിടുത്തെ സിനഗോഗിലെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ ശനിയാഴ്ച, ഒരു ശനിയാഴ്ച ശബത്ത് ആരാധന നടക്കുന്ന ശനിയാഴ്ച പള്ളിയിൽ വിസിറ്റേഴ്സായിട്ടൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ ചുരുളെടുത്ത് വായിക്കുവാനായിട്ട് കൊടുക്കും. ചുരുളെടുത്ത് വായിച്ച് കഴിയുമ്പോഴേക്ക് അതിനെ കുറിച്ച് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടും. ഈ കോണ്ടെക്സ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അങ്ങനെയുള്ള തെളിവുകൾക്കായിട്ട് നമുക്ക് ചില വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവർത്തികൾ 13:14-15 നോക്കാം. ഇവിടെ പൗലോസും കൂടെയുള്ളവരും അന്ത്യോക്യയിൽ എത്തിയ കാര്യമാണ് പറയുന്നത്. ഒന്നൊരുമിച്ച് വായിക്കാം. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. അപ്പോൾ അങ്ങനെ പ്രബോധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ പ്രബോധനമായിട്ട് പിന്നെ പൗലോസ് പറയുന്നതാണ് 16-ാം വാക്യം മുതൽ 41 വരെ. ആ ചുരുള് വായിച്ചു കഴിഞ്ഞ് പിന്നെ പൗലോസ് പറയുന്ന പ്രബോധനമാണ് പിന്നെയുള്ള ഭാഗം. 13:42 നോക്കിക്കേ. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? ആ പ്രബോധനം കഴിഞ്ഞ് അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിന് ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നത്തെ ശബത്തിലും അവിടെ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നിട്ട് ഈ വചനം അവരോട് പ്രബോധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പസ്തോല പ്രവൃത്തി 17:1-4 വരെ നോക്കിക്കേ. ഒരുമിച്ച് വായിക്കാം. അവർ അംഫിപ്പൊലീസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവരെന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസിനെയും ശീലാസിനെയാണ്. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശനിയാഴ്ചകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താ? അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇതാണ് സാധാരണയായി ശനിയാഴ്ച ശബത്ത് ദിവസം പള്ളികളിൽ ചെല്ലുമ്പോൾ നടക്കുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് നടന്നത്. യേശു പള്ളിയിൽ ചെന്നിട്ട്
ഏത് ചുരുളിൻ്റെ ഭാഗമാണ് വായിച്ചത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അതാണ് ലൂക്കോസ് 4:18-19. ലൂക്കോസ് 4:18-19 ഒന്ന് വായിച്ചേ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 61-ാം അധ്യായം 1-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു അവിടെ പ്രസ്താവന ആരംഭിച്ചത്. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന 3 സന്ദർഭങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന 3-ാമത്തെ സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ആദ്യത്തെ സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ ലൂക്കോസ് 4:1 പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. രണ്ടാമത് 4:14 പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. മൂന്നാമത് ഈ 4:18 അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ശക്തീകരിക്കുകയും കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്യുന്നതെന്ന് ലൂക്കോസ് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം യേശു തൻ്റെ ദൗത്യം, മിഷൻ എന്താണെന്ന് പറയുന്ന, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നസ്രത്ത് മാനിഫെസ്റ്റോ ഇല്ലേ, നസ്രത്ത് മാനിഫെസ്റ്റോ. ഈ ലൂക്കോസ് 4:18-19 യേശുവിനെ കുറിച്ചുള്ള മിഷൻ, ദൗത്യം. അതാണ് നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അതായത് ഈ ലൂക്കോസ് 4:18-19 എന്ന് പറയുന്നത്, ആ ചുരുളെടുത്ത് വായിച്ചു എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 ഭാഗത്തു നിന്നുള്ള വചനമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യമാണ് ഈ ലൂക്കോസ് 4:18-19 ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം. ദരിദ്രന്മാരോട്, ഇതാണ് നസ്രത്ത് മാനിഫെസ്റ്റോ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ എന്താണ് പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം എന്ന് പറഞ്ഞാൽ? എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം? ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ എന്ന് പറഞ്ഞേ. ദ ഇയർ ഓഫ് ദ ലോർഡ്സ് ഫേവർ, യഹോവയുടെ പ്രസാദവർഷം എന്നത് ഇസ്രായേലിൻ്റെ ജൂബിലി ഇയർ എന്ന് പറയും. യോബേൽ സംവത്സരത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് ഈ യഹോവയുടെ പ്രസാദവർഷം അല്ലെങ്കിൽ ജൂബിലി ഇയർ. നിങ്ങൾക്ക് ഞാൻ ഒരു അസൈൻമെൻറ്റ് വീട്ടിൽ ചെന്നിട്ട് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകത്തിലെ 25-ാം അധ്യായം, ലേവ്യരുടെ 25-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ യോബേൽ സംവത്സരം, ജൂബിലി ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ ഓരോ 50 വർഷത്തിലും, എത്ര വർഷത്തിലാണ്? ഓരോ 50 വർഷത്തിലും സംഭവിക്കുന്ന ഒരു പ്രത്യേക വർഷത്തിനാണ് ഈ ജൂബിലി ഇയർ അല്ലെങ്കിൽ പ്രസാദ വർഷം എന്ന് പറയുന്നത്. ഈ സമയം എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത് ഫ്രീഡം ഫോർ സ്ലേവ്സ്. എന്താണ് പറഞ്ഞേ? ഫ്രീഡം ഫോർ സ്ലേവ്സ്, അടിമകൾക്കുള്ള സ്വാതന്ത്ര്യം. എന്താ അടിമകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? അടിമകൾ, അതുവരെ അടിമകളായിരുന്നവരെ സ്വതന്ത്രരാക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യണമായിരുന്നു. എപ്പോൾ? ജൂബിലി ഇയറിൽ, പ്രസാദ വർഷത്തിൽ. അതുവരെ അടിമകളായിട്ടുണ്ടായിരുന്ന ആളുകളെ ഫ്രീ ആക്കണമായിരുന്നു. രണ്ടാമത് റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി. എന്താണ് റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി? സ്വത്ത് തിരികെ കൊടുക്കണം, സ്വത്ത് തിരികെ നൽകണം. അതായത് വിൽക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത ഭൂമിയും സ്വത്തുക്കളും അവയുടെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകണമായിരുന്നു. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? പ്രസാദ വർഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത് എന്താണ്? റെസ്റ്റ് ഫോർ ദ ലാൻഡ്. ഒന്ന് പറഞ്ഞേ, റെസ്റ്റ് ഫോർ ദ ലാൻഡ്, ഭൂമിക്ക് വിശ്രമം.
അതായത് ഭൂമിയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഭൂമിക്കൊരു ശബത്ത് വിശ്രമം നൽകണമായിരുന്നു. അതായത് കൃഷിയോ മറ്റ് കാർഷിക പ്രവർത്തനങ്ങളോ ആ വർഷം ചെയ്യുവാനായിട്ട് പാടില്ല. ഈ 3 കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ 25-ാം അധ്യായം ലേവ്യ പുസ്തകം വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ യഹോവയുടെ പ്രസാദവർഷം യേശു താൻ പ്രസംഗിക്കുന്നതിലൂടെ തൻ്റെ മിഷനിൽ, തൻ്റെ ദൗത്യത്തിൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം, അതായത് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ആസ് വെൽ ആസ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഇമാൻസിപ്പേഷൻ, സാമൂഹ്യവും മതപരവുമായ വിടുതലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്ന് തൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകണമെന്ന് യേശു ആഗ്രഹിച്ചു. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ 7-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമുക്ക് കാണാം, ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പം യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് യേശു യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടിയിൽ സൗഖ്യമാക്കുവാനുള്ള തൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് ശക്തമായിട്ട് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ലൂക്കോസ് 4:18-19 പഴയ നിയമ വേദഭാഗമായ ഏതാണെന്ന് ഞാൻ പറഞ്ഞേ? വെരി ഗുഡ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 അല്ലേ? ലൂക്കോസ് ഗ്രീക്ക് ഭാഷയിൽ ഈ പഴയ നിയമ വേദഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ ഹീബ്രു ടെക്സ്റ്റിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. യെശയ്യാ 61:1 പറഞ്ഞിരിക്കുന്നത് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും എന്നുള്ളൊരു വാക്കുണ്ട്. ആ വാക്ക് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ മുറിവ് കെട്ടുക എന്ന വാക്ക് ഒരു ഫിസിക്കൽ ഹീലിങ്ങിനെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം നിരന്തരം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ യെശയ്യാ 58:6 പറഞ്ഞിരിക്കുന്ന പീഡിതരെ വിടുവിച്ചയപ്പാൻ എന്ന പദം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ കൂട്ടിച്ചേർക്കുന്നതിലൂടെ he stresses that Jesus' message is about freedom. അതായത് യേശുവിൻ്റെ സന്ദേശം സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് അടിവരയിട്ട് പറയുന്നു. യേശുവിൻ്റെ സന്ദേശം എന്താ നൽകുന്നത്? അതുകൊണ്ടാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫ്രീഡം, സ്വാതന്ത്ര്യം, വിടുവിച്ചയക്കൽ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് നോക്കിയാൽ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ മെനി വേയ്സ്. പല തരത്തിൽ അത് മൊഴിമാറ്റം നടത്താവുന്നതാണ്. ഏത് വേർഡ്? ഫ്രീഡം. ഫ്രീഡത്തിന് പല തലങ്ങളുണ്ട്. ഒന്ന് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൽ നിന്ന് മുക്തി കൊടുക്കുക, ബന്ധന വിമുക്തി, റിലീസ്. മറ്റൊരു വേർഡ്, ആ ഫ്രീഡത്തിന് മറ്റൊരു വേർഡ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞേ, ഫൊർഗീവ്നെസ്, ക്ഷമ. ഫ്രീഡത്തിന് മറ്റൊരു വേർഡ് ലൂസനിങ്, അയച്ചുവിടൽ. ഫ്രീഡത്തിന് മറ്റൊരു വേർഡ് ഡെലിവറൻസ്, വിടുതൽ. ഫ്രീഡത്തിന് മറ്റൊരു വേർഡ് റിഡംഷൻ, വീണ്ടെടുപ്പ്. ഫ്രീഡം എന്നുള്ളതിന് മറ്റൊരു വേർഡ് ലിബറേഷൻ, വിമോചനം. അപ്പോൾ ഫ്രീഡം എന്നുള്ളതിന് പല വേർഡുകൾ പറഞ്ഞു. റിലീസ് ഉപയോഗിക്കാം, ഫൊർഗീവ്നെസ് ഉപയോഗിക്കാം, ലൂസനിങ് ഉണ്ട്, ഡെലിവറൻസ് ഉണ്ട്, റിഡംഷൻ ഉണ്ട്, ലിബറേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ആകാം. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 77-ാം വാക്യത്തിലും 3:3-ലും 24:47 എന്ന ഇടങ്ങളിലും, അപ്പസ്തോല പ്രവർത്തികൾ 2:38, 5:31, 13:38 എന്നിവിടങ്ങളിൽ ഫൊർഗീവ്നെസ്, ക്ഷമ, പാപമോചനം എന്ന അർത്ഥത്തിലാണ്
ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് ലൂക്കോസ് 4:18 നമ്മൾ നോക്കുമ്പോൾ പീഡിതരെ, അവിടെ ഒരു വാക്യമുണ്ട്, പീഡിതരെ വിടുവിപ്പാനും, അല്ലേ? പീഡിതരെ വിടുവിച്ചയക്കുക എന്ന് പറയുമ്പോൾ പീഡിതരെ ക്ഷമ നൽകി, ഫൊർഗീവ് ചെയ്ത് അയക്കുക, പാപമോചനം നൽകി അയക്കുക എന്ന അർത്ഥമുണ്ട്. ലൂക്കിൽ ഫൊർഗീവ്നെസ് ഓഫ് സിൻ, പാപക്ഷമ എന്നത് ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക്, സാൽവേഷന് ഏറ്റവും അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 3:3 നോക്കിക്കേ. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. എന്തിനായിട്ടുള്ള? പാപമോചനത്തിനായിട്ടുള്ള. ലൂക്കോസ് 4:18 നോക്കിയേ. പീഡിതരെ വിടുവിച്ചയപ്പാൻ. ലൂക്കോസ് 5:20-21 നോക്കിക്കേ. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് മോചിച്ചു തന്നിരിക്കുന്നു? പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ? എന്തിനെ മോചിപ്പാൻ? പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. ലൂക്കോസ് 5:23-24 നോക്കിക്കേ. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 7:48-49. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. ലൂക്കോസ് 11:4. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 17:4. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക. അപ്പം ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിച്ചത്, പാപക്ഷമ എന്നത് ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാനാണ്. യേശു പ്രസംഗിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഗുഡ് ന്യൂസ്, നല്ല വാർത്തയാണ്. യേശു പറയുന്നത് അനുസരിക്കുന്നവർക്ക് അതവരുടെ ജീവിതത്തിൽ ഒരു ന്യൂ സ്റ്റാറ്റസ് നൽകുന്നു, ഒരു ന്യൂ ഐഡൻറ്റിറ്റി കൊടുക്കുന്നു, ഒരു ന്യൂ ഡിഗ്നിറ്റി, അന്തസ്സ് കൊടുക്കുന്നു. പാപികളായിട്ടുള്ളവർ, വേശ്യമാരായിട്ടുള്ളവർ, ചുങ്കക്കാർ, യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആരെയും, യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരാളെയും യേശു തള്ളിക്കളയുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരാളെയും യേശു മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ളവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ യേശുവിൻ്റെ ഫ്രണ്ട്സായിട്ട് മാറുകയാണ്. യേശു നൽകുന്ന സൗഖ്യത്തിലൂടെ, എംപവർമെൻറ്റിലൂടെ എല്ലാം ആളുകളുടെ അവസ്ഥയ്ക്ക് പരിപൂർണമായിട്ടുള്ള വ്യത്യാസം വരികയാണ്. ലൂക്കോസ് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എല്ലാ ഒപ്രഷനിൽ നിന്നും, അതായത് എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നും, എല്ലാ സിക്നസ്സിൽ നിന്നും, അതായത് എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ബ്ലൈൻഡ്നെസ്സിൽ നിന്നും, അതായത് എല്ലാ അന്ധതകളിൽ നിന്നും ജനത്തെ വിടുവിക്കുന്ന ലിബറേറ്ററാണ് യേശു കർത്താവ്. അങ്ങനെയാണ് ലൂക്കോസ് പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മുടെ ദേശത്ത് ഈ ഗുഡ് ന്യൂസ് ആവശ്യമുള്ള ദളിതരുണ്ട്, ആദിവാസികളുണ്ട്, ട്രൈബൽസ് ഉണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ദരിദ്രരുണ്ട്, സ്വന്തം ഭൂമിയിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടവരുണ്ട്. ഈ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നത് ലോകത്തിൻ്റെ ലിബറേഷന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്ത് ദരിദ്രർക്ക് യേശുവിനെ ഒരു വിമോചകനായിട്ട്, ഒരു ലിബറേറ്ററായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈ ഗുഡ് ന്യൂസ് കേട്ടിട്ടില്ല എന്നാണ്. സഭയ്ക്കുള്ള ഉത്തരവാദിത്വമാണ് ഈ മിഷനിൽ പങ്കുചേരുക എന്നുള്ളത്. നമുക്ക് വായിക്കാം ലൂക്കോസ് 4:20-21.
പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ യേശു കർത്താവ് യെശയ്യാവിൽ നിന്നുള്ള ആ ഭാഗം വായിച്ചപ്പോൾ, ലൂക്കോസ് 4:18-19 വായിച്ചപ്പോൾ മീ, ഞാൻ, എന്നെ എന്ന പ്രൊനൗൺസ് 3 പ്രാവശ്യം ഉപയോഗിക്കുകയുണ്ടായി. എന്നിട്ട് യേശു ഇരുന്നു. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ യേശുവിൻ്റെ മേൽ ആയിരുന്നു. യെശയ്യാപ്രവാചകൻ്റെ വരികൾ തന്നിലൂടെ നിവൃത്തിയായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കൽ പതിഞ്ഞിരുന്നു. ലൂക്കോസ് 4:22-24 വരെ ഒരുമിച്ച് വായിച്ചാട്ടെ. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിലുണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കേൾവിക്കാർ യേശുവിനെ പുകഴ്ത്തുകയും യേശുവിനെ കുറിച്ച് നല്ലത് പറയുകയും ചെയ്തു. തങ്ങളുടെ നാട്ടുകാരനായ യോസഫിൻ്റെ മകൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ഈ പോസിറ്റീവ് റെസ്പോൺസ് അധിക സമയത്തേക്ക് ഉണ്ടായില്ല എന്ന് യേശു അറിഞ്ഞിരുന്നു. പഴയ കാലം മുതൽ ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നതിനാൽ താനും റിജക്റ്റഡ് ആകുമെന്ന് യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, താൻ അവരുടെ നാട്ടുകാരനായതുകൊണ്ട്, നസ്രത്തുകാരനായതുകൊണ്ട്. യേശു ആരാ? ഒരു കാർപ്പൻറ്റേഴ്സ് സണ്ണാണ് അല്ലേ? അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുകയോ ബ്ലെസ്സിങ്സ് പറയുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നിട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ച 2 പഴയ നിയമ ജെൻറ്റൈൽസ്, വിജാതീയ കഥാപാത്രങ്ങളെ വെച്ച് അവരെ ഓർപ്പിച്ചു. ലൂക്കോസ് 4:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് പറഞ്ഞു. ഇതിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 1 മുതൽ 16 വരെയുള്ള ഭാഗം വായിച്ചു നോക്കിയാൽ ആദ്യത്തെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവും. നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചു നോക്കാം. ആ വേദഭാഗം കുറച്ചധികമുണ്ട്, എങ്കിലും വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഒരുമിച്ച് വായിക്കും. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ ആരോട് പറഞ്ഞേക്കണേ? കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യുകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സറേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള
ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സറേഫാത്തിന് പോയി. അവൻ പട്ടണവാതിക്കലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ പോരണമേ എന്നവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയുമില്ല. ഈ ഒരൊറ്റ വേദഭാഗം തന്നെ വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്, അല്ലേ? ദൈവവചനം ഭയങ്കര പവർഫുള്ളാണ്. ദൈവദാസന്മാർ ഈ ഒരൊറ്റ വേദഭാഗം എടുത്ത് തന്നെ കുറേ സമയം ശുശ്രൂഷിക്കും. എന്നാൽ എനിക്കിവിടെ എന്ന് പറയാനുള്ളത്, ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏലിയാവിൻ്റെ കാലത്ത് അന്യജാതിക്കാരിയായ, യഹൂദ അല്ലാത്ത അന്യജാതിക്കാരിയായ ഒരു വിധവയോടാണ്, ഒരുപാട് വിധവമാരുണ്ടായപ്പോൾ അന്യജാതിക്കാരിയായ ഒരു വിധവയോടാണ് ദൈവം കരുണ കാണിച്ചത്. ജാതി മത വർഗ ചിന്തയില്ലാതെ കരുണ കാണിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. അതെല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. 2 രാജാക്കന്മാർ, അത് നിങ്ങൾ വായിച്ചാൽ മതി, 5:1 മുതൽ 15 വരെ വായിച്ചു നോക്കിയാൽ നയമാൻ്റെ കുഷ്ഠം മാറിയ കാര്യം അവിടെ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദന്മാർ എലീശ പ്രവാചകനിലും വിശ്വസിച്ചില്ല. അതിനാൽ അന്യജാതിക്കാരനായ ഒരു കുഷ്ഠരോഗിയായ നയമാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കരുണയിൽ സൗഖ്യം പ്രാപിക്കുകയായിരുന്നു. അവിടെയും ഒരു അന്യജാതിക്കാരൻ സൗഖ്യം പ്രാപിക്കുകയാണ്. യേശു കർത്താവ് ഇവിടെ പറയുന്നത്, ഏലിയാവ് എലീശ പ്രവാചകന്മാരെ പോലെ താനും ലോകത്തിലുള്ളവരോട് തൻ്റെ ദൂത് അറിയിക്കുമെന്നാണ്. തൻ്റെ സന്ദേശം സ്വീകരിക്കുന്ന ഏവരും ആ ദൈവത്തിൻ്റെ കരുണയെ പ്രാപിക്കും, സ്വീകരിക്കാത്തവർ തള്ളപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഈ സന്ദേശം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ സന്ദേശം സ്വീകരിച്ചിട്ടുള്ളവർ, വ്യക്തികളും സമൂഹങ്ങളും മാറിയിട്ടുണ്ട്. അത് മാറിയതുകൊണ്ടാണ് നമ്മളും വന്നിവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ അപ്പോൾ ജാതികളായിട്ടുള്ളവർ ദൈവ കരുണ അനുഭവിച്ചു എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ എന്താ പിന്നെ സംഭവിച്ചതെന്നറിയാമോ? ലൂക്കോസ് 4:28 മുതൽ 30 വരെ വായിച്ചു നോക്കേ. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അപ്പം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ ശുശ്രൂഷയ്ക്കെതിരെ, മിനിസ്ട്രിക്കെതിരെ എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒടുവിൽ യഹൂദന്മാർ യേശു ക്രൂശിൽ കൊല്ലപ്പെടുന്നത് വരെ ആ എതിർപ്പുകൾ നീണ്ടു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ യേശു അംഗീകരിക്കപ്പെട്ടില്ല? ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഫെമിലിയാരിറ്റി ആൻഡ് പ്രൈഡ്. എന്താണ് ഫെമിലിയാരിറ്റി ആൻഡ് പ്രൈഡ്? നമ്മളിപ്പോൾ വായിച്ചതുപോലെ നസ്രത്തിലെ ആളുകൾക്ക് യേശുവിനെ, യോസഫിൻ്റെ മകനെ നല്ലവണ്ണം അറിയാം. ആരാ? കാർപ്പൻറ്റേഴ്സാണ് അല്ലേ? ഒരു തച്ചൻ്റെ മകൻ അല്ല, അങ്ങനെയല്ലേ അറിയുന്നത്? ഒരു ആശാരിപ്പണി ചെയ്യുന്ന ഒരാൾ അല്ലേ? അപ്പോൾ അവർക്കറിയാം. അപ്പോൾ ഇത്ര സാധാരണക്കാരനായ തങ്ങളുടെ ഇടയിൽ സ്ഥിരം കാണുന്ന ഒരാളെ
മിശിഹ എന്ന് അംഗീകരിക്കുവാനായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് അത് സാധിച്ചില്ല, അവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന നഥനയേലിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ദേശത്ത് നിന്ന് എന്ത് നന്മ വരാനാ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് എന്ത് നന്മ വരാനാ, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ നിന്ന് എന്ത് നന്മ വരാനാ? ഭയങ്കര ഒരു പ്രൈഡും ആ ഫെമിലിയാരിറ്റിയൊക്കെ കാണിക്കുന്നത് അല്ലേ? അതായിരുന്നു അവരുടെ ചിന്ത. രണ്ടാമത്, എന്തുകൊണ്ട് സ്വന്തം പട്ടണമായ നസ്രത്തിൽ യേശു അംഗീകരിക്കപ്പെട്ടില്ല? മിസ്അണ്ടർസ്റ്റുഡ് എക്സ്പെക്റ്റേഷൻസ്. തെറ്റിദ്ധാരണകൾ. അവർക്ക് വേണ്ടിയിരുന്നത് റോമിനെ തകർത്ത് ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മിശിഹ, ഒരു ഭരണാധികാരിയായ ഒരു രാജാവായിട്ടുള്ള മിശിഹായാണ് ആർക്കാവശ്യം? അവർക്കാവശ്യം. എന്നാൽ യേശുവിൻ്റെ ദൗത്യം എന്താ? യേശുവിൻ്റെ മിഷൻ എന്താ? യേശുവിൻ്റെ വിഷൻ എന്താ? യഹൂദന്മാർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും യേശുവിൻ്റെ മിഷനും തമ്മിൽ മാച്ചാകാത്തത് കൊണ്ടാണ് അവർ യേശുവിനെ തള്ളിയത്. മൂന്നാമത്, ഒഫൻസ് അറ്റ് ഹിസ് മെസ്സേജ് ഓഫ് ഗ്രേസ് ടു ഔട്ട്സൈഡേഴ്സ്. സാറഫാത്തിലെ വിധവയെയും നയമാൻ എന്ന സിറിയക്കാരനെയും കുറിച്ച് യേശു അവരെ ഓർപ്പിച്ചപ്പോൾ അവരുടെ ജാതി ചിന്ത ഉണർന്നു. ഞങ്ങൾ ഭയങ്കര ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരാണ്, ഇവരൊക്കെ വളരെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരാണ്. ഈ ചിന്ത വന്നു. കാരണം അവരുടെ ചിന്ത ഇസ്രായേലിന് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഫേവറും എന്ന തെറ്റിദ്ധാരണയ്ക്ക് കത്തിവെക്കുന്നതായിരുന്നു യേശുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ സമീപനവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് നിറമോ ജാതിയോ മതമോ അങ്ങനത്തെ ഒരു സംഭവവും ദൈവത്തിനില്ല കേട്ടോ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം മരിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ഈ മനോഭാവം നമുക്കും ഉണ്ടാകണം. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ കരുണയും കൃപയും എല്ലാവർക്കും ഉള്ളതാണ് എന്ന സത്യം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം അവർക്കെന്താ സംഭവിച്ചത്? അവർക്ക് കോപവും അസൂയയും ഉണ്ടായി. എന്തുകൊണ്ടാണ് അവർക്ക് വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്, ഹൃദയ കാഠിന്യം നിമിത്തം. യേശു കർത്താവിൻ്റെ മെസ്സേജ് ഏറ്റവും വ്യക്തമായിരുന്നെങ്കിലും അവരുടെ ഹൃദയം, അവർ ആ സന്ദേശത്തോട് പ്രതികരിക്കാതെ അടച്ചു കളഞ്ഞു. ഈ നസ്രത്തിലെ അന്നത്തെ ആളുകളുടെ പ്രതികരണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചാണോ, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചാണോ നമ്മൾ യേശു കർത്താവിനെ കാണുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ചാണോ നമ്മൾ യേശു കർത്താവിനെ കാണുന്നത്? നമ്മുടെ ചില മുൻവിധികൾ, നമ്മുടെ ചില പ്രജുഡൈസ്ഡ് മൈൻഡ് സെറ്റുകൾ, ഈ ദൈവവചനം നമ്മളുടെ കേൾക്കുമ്പോൾ അത് ബ്രേക്ക് ആവണം. നമ്മുടെ ഉള്ളിൽ ചില മൈൻഡ് സെറ്റുകൾ ഉണ്ടാവും, ആ മൈൻഡ് സെറ്റുകൾ ബ്രേക്ക് ആകണം. ആ സുവിശേഷ സത്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ ആ മൈൻഡ് സെറ്റ് തകരുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റണം. എനിക്ക് ഈ മേഖലകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവങ്ങളിൽ എനിക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് റൂൾ അവർ ഹാർട്ട്സ് അംഗീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അവർ യേശുവിനെ റിജക്റ്റ് ചെയ്തത്. എന്നാൽ ഈ സന്ദർഭത്തിൽ യേശു കർത്താവിൻ്റെ സമയമായിട്ടില്ലാത്തതിനാൽ യേശുവിനെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. യേശു അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. ലൂക്കോസ് 4:39 മുതൽ 37 വരെ ഒരുമിച്ച് വായിക്കാം. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു. അപ്പോൾ വീണ്ടും ശബ്ബത്തിൽ ഒരു സ്ഥലത്ത് വന്ന് ഉപദേശിക്കാം. അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ, നസ്രായനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് നീ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോവുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്?
അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. നസ്രത്തിൽ നിന്ന് യേശു പോയത് ഗലീലക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കഫർനഹൂം എന്ന പട്ടണത്തിലേക്കാണ്. യേശു തൻ്റെ ശുശ്രൂഷ അവിടെ തുടർന്നു. യേശു ഉപദേശിച്ചിരുന്നത് അധികാരത്തോടെ ആയിരുന്നതിനാൽ അവിടെയുള്ളവർക്ക് വളരെ വിസ്മയമുണ്ടായി. പ്രവാചകന്മാർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ് പറഞ്ഞ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോഫറ്റ്സ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നാൽ ഇവിടെ എന്താ വ്യത്യാസം എന്നറിയോ? എന്നാൽ യേശു ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാൻ കൽപ്പിക്കുന്നു എന്നിങ്ങനെ അധികാരത്തോടെയാണ് യേശു പറഞ്ഞിരുന്നത്. അപ്പോൾ ദുർഭൂതങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും യേശു കർത്താവ് തൻ്റെ അതോറിറ്റി വെളിപ്പെടുത്തി. പല രോഗികളെയും ഭൂതബാധിതരെയും യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ഹീൽ ചെയ്തു, സൗഖ്യമാക്കി. ഈ കഫർനഹൂമിലെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഭൂതബാധിതരെ സൗഖ്യമാക്കുന്ന ആദ്യത്തെ അവസരമാണ് ഇതെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ പിന്നീട് നിരവധി വന്നു ചേരുന്നത് നമുക്ക് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭൂതങ്ങൾ തിന്മ നിറഞ്ഞവരും അശുദ്ധരും ശക്തന്മാരുമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അവർ വളരെ ബുദ്ധിസാമർഥ്യമുള്ളവരാണ്. ശാരീരിക രോഗങ്ങളിലൂടെയും അപസ്മാരം തുടങ്ങിയ വിഭ്രാന്തികളിലൂടെയും കാഴ്ച, കേൾവി, സംസാരശക്തി ഇവ നഷ്ടമാക്കുന്നതിലൂടെയും ജനങ്ങളെ പീഡിപ്പിച്ച് നശിപ്പിക്കുവാനായിട്ട് ഭൂതങ്ങൾ ശ്രമിച്ചിരുന്നു. സുവിശേഷ വിവരണങ്ങളിൽ മെൻ്റൽ ഇൽനെസ്സും മാനസിക രോഗങ്ങളും ഭൂതബാധകളും ഒരുമിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂതബാധ, അത്ഭുത രോഗസൗഖ്യം തുടങ്ങിയ കാര്യങ്ങൾ വെസ്റ്റേണേഴ്സിന് അംഗീകരിക്കാൻ കഴിയാത്ത സംഗതികളായിരുന്നു. കാരണം അവരുടെ വേൾഡ് വ്യൂവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ സൗത്ത് ഏഷ്യയിൽ അങ്ങനെയല്ല. ഭൂതബാധകൾ മനുഷ്യർക്ക് ഉണ്ടാകുമെന്നും അതവരെ മെൻ്റലി അൺബാലൻസ്ഡ് ആക്കിക്കൊണ്ട് അവരുടെ മാനസിക നില തകർത്തുകൊണ്ട് ആത്മീകത്തിലും തളർത്തി ശാരീരികമായി രോഗികളാക്കി മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കാണണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ശാരീരിക രോഗങ്ങളും, ശ്രദ്ധിച്ച് കേട്ടോളണം, എല്ലാ ശാരീരിക രോഗങ്ങളും എല്ലാ മാനസിക രോഗങ്ങളും ഭൂതബാധയാലാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ചില രോഗങ്ങൾ ഭൂതോച്ചാരണത്താലല്ല, മരുന്നുകൊണ്ട് തന്നെ ചികിത്സിക്കേണ്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന വാക്യം എടുത്തിട്ട് ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള ചിന്തകളിലോട്ടൊന്നും ആരും പോകരുത്. പള്ളിയിൽ കണ്ട മനുഷ്യനിലുണ്ടായിരുന്ന ഭൂതം യേശുവിൻ്റെ ശക്തിയെയും യേശു കർത്താവിൻ്റെ മിഷൻ എന്താണെന്നും മനസ്സിലാക്കി. എന്നിട്ട് ഭൂതം പറയുകയാണ്, നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് തിന്മയുടെ ശക്തികളെ നേരിടുകയും അവ യേശുവിൻ്റെ മുന്നിൽ വളരെ പവർലെസ് ആയിട്ട് തീരുകയും ചെയ്തുവെന്ന് ലൂക്കോസ് നമുക്ക് ഇവിടെ വ്യക്തമാക്കി തരികയാണ്. ശക്തി നഷ്ടപ്പെട്ട ഭൂതങ്ങൾക്ക് യേശു പറയുന്നത് അനുസരിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ബന്ധനത്തിൽ നിന്ന് അയാൾ സ്വതന്ത്രനാവുകയും ചെയ്തു. നേരത്തെ യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ അതോറിറ്റിയിൽ അത്ഭുതപ്പെട്ടവർ ഇപ്പോൾ ഭൂതങ്ങളോട് ആജ്ഞാപിക്കുന്ന യേശുവിൻ്റെ അധികാരം കണ്ടിട്ട് വിസ്മയപ്പെടുകയാണ്. അങ്ങനെ യേശു കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി നാടെങ്ങും പരന്നു. ലൂക്കോസ് 4:38-39 ഒരുമിച്ച് വായിക്കാം. അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശിമോൻ്റെ വീട്ടിൽ ചെന്നു. ശിമോൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടായിരുന്ന
കഠിന ജ്വരത്തെ ഒരു വ്യക്തിയെ എന്ന പോലെ യേശു കർത്താവ് ശാസിച്ചു. അവരിലുണ്ടായിരുന്ന ഹൈ ഫീവർ, ആ പനി ഒരു ദുരാത്മാവിൻ്റെ പ്രവൃത്തി ആയിരുന്നു എന്ന് യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. അപ്പം തനിക്ക് കിട്ടിയ സൗഖ്യത്തോടുള്ള പ്രതികരണമായിട്ട് പത്രോസിൻ്റെ അമ്മ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചു. ഇപ്പം യേശുവിൻ്റെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള ജനത്തിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് ലൂക്കോസ് വളരെ ശ്രദ്ധാപൂർവം അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ജനങ്ങളെ ഉപദേശിച്ചപ്പോൾ അവർ അതിശയപ്പെട്ടു. അശുദ്ധാത്മാക്കൾ യേശുവിനെ അനുസരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതസ്തബ്ധരായി. പത്രോസിൻ്റെ അമ്മായിയമ്മ സൗഖ്യമായപ്പോൾ നന്ദിപൂർവ്വം എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിച്ചു. ഇതൊക്കെ കാരണം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ലൂക്കോസ് 4:40-41 സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. ഇപ്പൊ ജനങ്ങൾ യേശു കർത്താവിനെ സൗഖ്യദായകനായി അംഗീകരിച്ചപ്പോൾ ഭൂതങ്ങൾ യേശുവിനെ ദൈവപുത്രനായും മിശിഹായിട്ടും തിരിച്ചറിയുകയായിരുന്നു. എന്നാൽ അത് പരസ്യമാക്കുവാനായിട്ട് യേശു ഭൂതങ്ങളെ അനുവദിച്ചില്ല. കാരണം യേശുവിനെ ഒരു പൊളിറ്റിക്കൽ മിശിഹ, ഒരു രാഷ്ട്രീയ മിശിഹയായി പിശാച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് യേശു അറിഞ്ഞിരുന്നു. തന്നെ ദൈവം അയച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം, തന്നെ ദൈവം അയച്ചിരിക്കുന്നത് റോമൻ അടിമത്തത്തിൽ നിന്ന്, റോമൻ്റെ പൊളിറ്റിക്കൽ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനല്ല തന്നെ ദൈവം അയച്ചിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സ്വാധീനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനല്ല യേശു വന്നത്. പാപബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കാനാണ് എന്ന കർത്താവ് ബോധ്യമുണ്ടായിരുന്നു. ഇത് വ്യക്തമായിട്ട് നമ്മളും മനസ്സിലാക്കണം. ആളുകളുടെ ജീവിതത്തിൽ, വ്യക്തികളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുക, കുടുംബങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകുക, വ്യക്തികളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം ഉണ്ടാകുക എന്നതായിരിക്കണം നമ്മളും സുവിശേഷം പറയുമ്പോൾ നമ്മുടെയും ഉദ്ദേശം അതായിരിക്കണം. ലൂക്കോസ് 4:42-44 നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു. തങ്ങൾക്ക് ഒത്തിരി നന്മകൾ ചെയ്ത യേശു കർത്താവ് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് യേശു കർത്താവ് അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന് കഫർനഹൂമിലെ ഉള്ളവർക്ക് ആഗ്രഹമുണ്ടായി. എന്നാൽ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നത് തൻ്റെ മിഷനാകയാൽ അവിടം വിട്ട് പോകണമെന്ന് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അറിയിക്കുക എന്നാൽ പ്രസംഗിക്കുക എന്ന് മാത്രമായിരുന്നില്ല. അത് രോഗസൗഖ്യം വരുത്തുന്നതും സാത്താൻ അടിമകളാക്കി വെച്ചിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുന്നതും ആയിരുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നുള്ള ദൗത്യം യേശു കർത്താവ് പൂർത്തീകരിക്കുകയായിരുന്നു. സുവിശേഷം പങ്കുവെക്കപ്പെട്ടപ്പോൾ ദൈവശക്തിയുടെ പ്രകടനം അവിടെയെല്ലാം ഉണ്ടായി. സുവിശേഷം കേട്ടവർ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും കേൾക്കുന്നവർ യേശു കർത്താവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നും ഏറ്റുപറയുകയും ചെയ്തു. സുവിശേഷം കേട്ടത് മനസ്സിലാക്കിയവർ എന്താ പറഞ്ഞ? യേശു കർത്താവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് അവർ ഏറ്റുപറഞ്ഞു. കഫർനഹൂം സംഭവിച്ച കാര്യങ്ങൾ തന്നെ മറ്റിടങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശു കർത്താവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നും ഏറ്റുപറയുവാനായിട്ട്, യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ജീവിതം നയിക്കുവാനായിട്ട്, മറ്റുള്ളവരെയും വിടുവിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ പങ്കാളികളാകുവാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ യേശു കർത്താവ് ഇന്നും പാപത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കുന്നവനാണ്. ഈ യേശു കർത്താവ് ഇന്നും രോഗത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കുന്നവനാണ്. ഈ യേശു കർത്താവ് ഇന്നും ശാപത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കുന്നവനാണ്. ഈ യേശു കർത്താവ് ഇന്നും പിശാചിൻ്റെ പിടിയിൽ നിന്ന്
ആളുകളെ വിടുവിക്കുന്നവനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എൻ്റെ സൗഖ്യദായകൻ, നിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും. നിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.